എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്ദന. ഇന്ന് നമുക്കൊരു പറാഠ ഉണ്ടാക്കി നോക്കാം. അത് വെറും പറാഠയല്ല, ഗാർലിക് ലച്ച പറാഠ. ഒന്നുമല്ല, നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, പുതിന, മല്ലിയില ഇതൊക്കെ ഇട്ട് അരച്ച് പേസ്റ്റാക്കി നമുക്കൊരു പറാഠ ഉണ്ടാക്കി നോക്കാം. ഇതിൽ ഗോതമ്പ് പൊടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ഹെൽത്തിയാണ്. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ ഇവിടെ ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുഴച്ച് വയ്ക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയും വേണ്ടവർക്ക് എടുക്കാം. പക്ഷേ ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഈ കുഴച്ചെടുത്ത മാവ് എണ്ണയോ നെയ്യോ പുരട്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പേസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് 3 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ചതച്ചത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. 1 ടീസ്പൂൺ തന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ തന്നെ പുതിന ചെറുതായി അരിഞ്ഞതും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളം അല്ലെങ്കിൽ ഇംലി ചട്നി എന്നൊക്കെ പറയുമല്ലോ, അതൊരു ടീസ്പൂൺ ചേർക്കാം. കൂടെ 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കാം. അതുപോലെ ഒരു എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരച്ചിട്ട് വരാം. ഇതൊരു പേസ്റ്റ് പരുവത്തിലല്ല എന്നുണ്ടെങ്കിൽ പറാഠ ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പേസ്റ്റ് ആക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരു വലിയ ബോൾ എടുത്ത് പരത്താനായിട്ട് തുടങ്ങാം. ഈ ഒരു തിക്നെസ് മതി. ഇനി നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും പുതിനയും മല്ലിയിലയും എല്ലാം ഇട്ട് അരച്ച പേസ്റ്റ് ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തും ഒരുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 2 മെത്തേഡ് വഴി റോൾ ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഇത് റോൾ ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. കത്തി ഉപയോഗിച്ച് വരഞ്ഞാലും മതി. ഇനി വേറൊരു മെത്തേഡ് നോക്കാം.
ഈ റോൾ ചെയ്തത് നമുക്കിനി പരത്തി കല്ലിൽ മീഡിയം ഹോട്ടായിട്ടുള്ള തവയിലിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഗാർലിക് ലച്ച പറാഠ തയ്യാറായി കഴിഞ്ഞു. എൻ്റെ ചാനൽ കണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.